ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. നമ്മൾ സാധാരണ ബേക്കറി ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നവർക്ക് അതിലേറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഐറ്റം ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണി ബിസ്ക്കറ്റ് എന്ന് പറയും. അതായത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഞാൻ കേട്ടിരിക്കുന്ന ബിരിയാണി ബിസ്ക്കറ്റ് എന്നാണ്. പക്ഷേ മറ്റു സ്ഥലങ്ങളിലൊക്കെ മസാല ബിസ്ക്കറ്റ് എന്നും പറയാറുണ്ട്. എന്തായാലും ഞങ്ങൾ കാസർഗോഡുകാർക്ക് ഇത് ബിരിയാണി ബിസ്ക്കറ്റാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ബേക്കറി ഐറ്റം ഏതാണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബിസ്ക്കറ്റുകളൊക്കെ മിക്സ് ബിസ്ക്കറ്റായിട്ട് വാങ്ങിച്ച് അതിനകത്തുനിന്ന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് തപ്പിപ്പെറുക്കി തിന്നാൽ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വഴക്കായിരുന്നു കേട്ടോ ചെറുപ്പത്തിലൊക്കെ. അത്ര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. ഇതിപ്പം വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മൈദ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ 1.5 കപ്പ് മൈദയിൽ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയില്ല, ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിരുന്നു, അത് വിട്ടുപോയി. പിന്നെ 2 ടേബിൾ സ്പൂണോളം നമ്മുടെ എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ ചൂട് ചായൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത്. ഇനിയിപ്പോൾ അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് അതിനകത്തേക്ക് ഏകദേശം ഒരു 1.5-2 ഇഞ്ച് നീളത്തിലുള്ള പട്ട എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം കേട്ടോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് അത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് മസാല ബിസ്ക്കറ്റിനുള്ള മസാലകളുടെ മെയിനായിട്ടുള്ള ചേരുവകൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള, ഏകദേശം ഒരു 1.5-1.25 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയുള്ളൂ. നന്നായി അരയില്ല, നമ്മൾ അവിയലിനൊക്കെ അരച്ചെടുക്കുന്ന പോലെ അങ്ങനെ ഒരു ചതച്ചെടുക്കുകയുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. അതായത് കളറൊന്നും മാറണമെന്നൊന്നുമില്ല. നന്നായിട്ടൊന്ന് മൂത്ത മണം വരുമ്പോൾ നമ്മൾ ഈ തരിതരിപ്പായിട്ട് ചതച്ചെടുത്തില്ലേ, ഇത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് അളവ് കൂട്ടി കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ളതായതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എരിവ് കുറഞ്ഞതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെയൊക്കെ ഇട്ട് കൊടുക്കണേ. കാരണം നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞത് എരിവുള്ള ബിസ്ക്കറ്റല്ലേ. അപ്പോൾ ആ 2 പച്ചമുളകും ഈ ഒരു 2 വറ്റൽമുളകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയില്ലേ, അതൊക്കെയാണ് ഇതിൻ്റെ എരിവ് എന്ന് പറയണത്. ഇനി അതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ചൂടാവേ വേണ്ടുള്ളൂ കേട്ടോ. നന്നായിട്ടങ്ങ് മൂക്കൊന്നും വേണ്ട. നല്ലൊരു മണം വരുമ്പോൾ അപ്പം തന്നെ നമുക്കത് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദയില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്യുന്നത് ഈ എണ്ണയിൽ മാത്രമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടങ്ങ് ബിസ്ക്കറ്റിന് ഒരു ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടണം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് അതിനനുസരിച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ. ചിലർ 1-2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഇത് എണ്ണയാണ് ശരിക്കും ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഈ ഒരു പാകത്തിനാണ് നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് 6 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ച് കൊടുത്ത് പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് കൊടുത്തപ്പോഴാണ് ഈ ഒരു പാകത്തിന് കിട്ടിയത് കേട്ടോ. ഞാൻ മൊത്തം 8 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ. അതിൽ 7 ടേബിൾ സ്പൂണും ഞാൻ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ തന്നെ അങ്ങനെ നമുക്ക് പരത്തിയെടുക്കണം. സൈഡ് ക്രാക്കൊന്നും ഇല്ലാതെ നന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പുറത്ത് ക്രാക്ക് വരാതെയൊക്കെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് കനത്തിൽ ഈ ഒരു പാകത്തിൽ നമുക്കിത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഈ ഒരു പാകത്തിന് വട പോലെ പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിനി ബേക്കിംഗ് ട്രേയിലേക്ക്, ഞാനിപ്പോൾ ബേക്കിംഗ് ട്രേയിൽ ഒരു ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ടുണ്ട്, നമ്മുടെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഓരോന്നും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഓരോന്നും വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. കുറച്ചൊന്ന് പൊങ്ങും നമുക്കിത് ബേക്കായി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോന്നും ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ നമുക്കിത് എല്ലാം ഇതുപോലെ തന്നെ ക്രാക്കില്ലാണ്ട് നന്നായിട്ട് ഒരു 1/2 ഇഞ്ച് കനത്തിൽ ഇതുപോലെ എല്ലാ ഭാഗവും ഒരേപോലെ വണ്ണത്തിലായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്കങ്ങ് പരത്തിയിട്ട് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കെല്ലാം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 9 എണ്ണം മാത്രമേ ഞാൻ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുള്ളൂ, കാരണം കുറച്ച് ഗ്യാപ്പ് വെക്കുന്നുണ്ടല്ലോ.
ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു മുട്ട നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത്, വെറും മുട്ട മാത്രമാണ്, അതിനകത്ത് വേറെ ഉപ്പോ പാലോ ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് മുട്ട മാത്രം ഒന്ന് അടിച്ചിട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക. ഇനി മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പാലിൽ, അതായത് നമ്മൾ ഫ്രഷ് പാലിൽ മുക്കിയിട്ട് തേച്ച് കൊടുത്താലും മതി. അത് മേലെ ഒരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇന്നിവിടെ ഓവൻ ഞങ്ങളുടെ സൊലാറ എയർ ഫ്രയർ ഓവൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയതാണ്, അപ്പോൾ അതൊന്ന് ഒന്ന് തുടങ്ങി വെക്കാം എന്നുള്ള ഇതും കൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിൽ തന്നെ ബേക്ക് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ബിസ്ക്കറ്റ് ഇതിനകത്ത് ബേക്കാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സുഖമായിട്ട് ശരിക്കും കാണും കേട്ടോ. അപ്പോൾ ഇതേ അതിൻ്റെ ടൈമിങ്ങൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം ഇന്നിപ്പോൾ ഈ ഒരു പാകത്തിനാണ് എനിക്ക് ആയിട്ടുള്ളത്. അപ്പം നാളെ ഞാൻ ഒന്നുകൂടി ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കുറക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് 160 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് വെച്ചതായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു 35 മിനിറ്റ്സ് മതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ബേക്ക് ആയിട്ടുണ്ട്. ഞാൻ ബാക്കി വന്നത് കണ്ടോ നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ, കേക്ക് ആയിക്കോട്ടെ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ ബേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നതാണ് പെർഫെക്റ്റ് ആയിട്ട് വരിക. കാരണം നമ്മുടെ ഓവനൊക്കെ പലർക്കും പല ടെമ്പറേച്ചറൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് കൃത്യമായി അങ്ങ് ആയി കിട്ടണമെന്നില്ല. പക്ഷേ ഇതാകുമ്പോണ്ടല്ലോ എല്ലാവർക്കും അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട കേട്ടോ, നന്നായിട്ട് ബേക്ക് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെന്നുണ്ടല്ലോ പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റം തന്നെയല്ല, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.